ഒരു അതിമനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഇന്ന് ജനുവരി 17-ാം തീയതിയാണ്, ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ കൃഷ്ണരാജപുരം എന്ന സ്ഥലത്താണ്. വൈഫിൻ്റെ ചേച്ചി അവർ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഇവിടെ വന്നത്. കന്യാകുമാരി എക്സ്പ്രസ് പറയും, അതിലാണ് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കുറേ ഇടത്തൊക്കെ കറങ്ങി സിറ്റിയിലൊക്കെ പോയിരുന്നു. എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. എൻ്റെ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, എൻ്റെ സ്റ്റോളിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നല്ല ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോൾ രാത്രിയാണ്. രാത്രിയായപ്പോൾ നമ്മുടെ ഇത് മെട്രോ ആണ്. മെട്രോ ഇവിടെ നിന്ന് കെആർപുരത്തിൽ നിന്ന് പോകുന്നത് നേരെ എൻ്റെ മെട്രോ ആണ്. ഇവർ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ രാത്രി ഉണ്ട് മെട്രോ. ഇതിപ്പോൾ ഈ പോകണമെന്ന് മെട്രോ അല്ല, ഇവിടുത്തെ വണ്ടികളുടെ സ്പീഡ് കണ്ടില്ല രാത്രി. ഈ ഓട്ടം നേരം വെളുക്കുന്നത് വരെ ഉണ്ടാവും. ഇതൊക്കെ ലോങ് സർവീസുള്ള ബസ്സുകളാണ്. 2 ഡബിൾ ട്രക്കൊക്കെ ഉള്ള ബസ്സുകളാണ് ഈ പോകുന്നത്. കണ്ടില്ല, ഇത് ബഹളമെന്നറിയാം. പക്ഷേ വീടിനകത്ത് ഇത്രയും ബഹളം ഉണ്ടാവില്ല. നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ യാത്ര കൊണ്ടാണ്ടില്ലേ, അവിടെയൊക്കെ ബസ്സുകൾ പോവുകയാണ്. ഇവിടെ നിന്ന് താഴെ 2 റോഡുണ്ട്. അതിൻ്റെ മുകളിൽ അവിടെ നിന്ന് ഈ മുകളിലത്തെ റോഡ് നമ്മുടെ ഒരു അതാണ് മെട്രോ പോകുന്നുണ്ട്. തോപോട് അടിപൊളി ട്രെയിൻ തോപോണ്ട് ആ പോകുന്നതാണ്. മെട്രോ ട്രെയിനാണ് പോകുന്നത് കേട്ടോ. പക്ഷേ ഫുള്ള് കാണാൻ പറ്റില്ല. മുകളിൽ കയറിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങ് പോയി. അതാണ് നമുക്കുള്ള ഭാഗ്യം കിട്ടിയതാണ്. മെട്രോ പോകണം നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ടെറസിൻ്റെ മണ്ടേ കയറാൻ പറ്റും. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റും. ഈ ട്രെയിന് പോയില്ലേ, ഈ തെങ്ങില്ലായിരുന്നേ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടിയേനെ. അപ്പോൾ അതാണ് ഉള്ള കാഴ്ചകൾ. നമ്മളിപ്പോൾ ഞാനിതാ ഇവിടെ വന്നിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ മണി 10 മണിയായി. അപ്പോൾ നല്ല വീഡിയോ എടുത്ത കാഴ്ചകളാണ്. അപ്പുറത്ത് നേരെ കാണുന്നത് കെആർപുരം, അത് ഒരു പള്ളി, മുസ്ലിം പള്ളി. അത് തൊട്ടപ്പുറത്ത് തന്നെ ഇവിടുത്തെ കെആർപുരത്തെ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കൂടെ പോയാണ് നടന്ന് അവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങോട്ട് അടുത്ത് തന്നെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ. വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ. ഒരു നടന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കാണുന്ന റോസ് കളർ ലൈറ്റ് ഉണ്ടോ അങ്ങറ്റത്ത് കിടന്നുണ്ട്. അതുകൊണ്ട് കാണുന്നത് ആ ലൈറ്റിൻ്റെ തൊട്ടപ്പുറത്താണ് റെയിൽവേ സ്റ്റേഷൻ. അത് തന്നെ തോന്നും, ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവില്ല. റെയിൽവേ സ്റ്റേഷൻ അത് തന്നെ തോന്നും. ഇതുവഴി ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നേരത്തെ ഞാൻ കുറേ വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ മെട്രോയുടെ പണിയുടെ കൊണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3 വർഷമൊന്നായി. കോവിഡിന് ശേഷമാണ് തോന്നുന്നത്. ബസ് പോകണേണ്ട, ബസ് പോകണ എന്ത് രസം നോക്കിയാണ് കാണാൻ. നല്ല ബസ്സുകൾ പോകുന്നുണ്ട്. നല്ല അടിപൊളി ലോങ് സർവീസ് സൈഡ്. ഇത് ഇവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് മൈസൂറൊക്കെ പോകുന്ന ബസ്സാണ് തോന്നുന്നു ഇപ്പോൾ പോയത്. അടിപൊളി ഒരു ബസ് പോകുന്നു. ജസ്റ്റ് മിസ്സിങ്. കുറേ ബസ്സുകൾ വരും കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ തിരിച്ചെടുക്കില്ല അല്ലല്ലേ. ഞാൻ അതിന് മുകളിലിരിക്കുകയാണ്. ഇവിടെ ഇരുന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്യണത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യണം. ഇപ്പം അവിടെ പോകുന്ന ഒരുപാട് ബസ് പോകണം. അടിപൊളി ബസ്സിലാണ് ഇതുവഴി പോകുന്നത് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുള്ള ഒരു കാഴ്ചകളാണ്. ഒരുപാട് ബസ് സർവീസ് ഉണ്ട്. രാത്രി മുഴുവൻ ഇങ്ങനെ ബസ് സർവീസ് ഉണ്ട്. ഞാനിവിടെ മുകളിൽ ടെറസിൻ്റെ മുകളിലിരിക്കുകയാണ്. ഇവിടെ ചേച്ചിയുടെ വീടിൻ്റെ മുകളിൽ. ഇവിടെ അവരുടെ ഒരു വർഷങ്ങളായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മുകളിൽ അടതാപ്പ് എന്നുള്ള ഒരു എന്താ സ്കൈ പൊട്ടൻ എന്നാണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചേച്ചിയുടെ കുറേ കൃഷികളാണ്. സ്ട്രോബെറി ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി രാത്രി കാഴ്ച കാണിച്ചത് ഇവിടെ ടെറസിൻ്റെ മണ്ടയിൽ ഇവിടെയുണ്ട് കുറച്ച് കാഴ്ച. ഇതെല്ലാം സ്ട്രോബെറിയാണ്. സ്ട്രോബെറി നട്ട് വളർത്തിയിട്ടുണ്ട്. ഇവിടെ കായ ഉണ്ടായിരുന്നു, നിറയെ കായ ഉണ്ടായിരുന്നു. ഇത്രയെല്ലാം കുറേ ഉണ്ടത്. ചേച്ചിയുടെ വീട്ടിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ഇവിടെ ഉണ്ട്. ഇതെല്ലാം സ്ട്രോബെറിയാണ്. ഞാൻ നാളെ ഇതിൽ വരുമ്പോൾ കുറച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അല്ല തരും. ഇത് പറഞ്ഞപ്പോൾ ഇത് ഉള്ളിയാണ് കേട്ടോ. സവാള തനിക്ക് സവാള നട്ടുണ്ട്. അവർക്ക് ഇവിടെ എന്താ അവർ തണുപ്പ് കൂടുതൽ. ഇപ്പം പുറത്ത് ഭയങ്കര തണുപ്പാണ്. പക്ഷേ എനിക്ക് ആ തണുപ്പ് അറിയുന്നില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള ആ തണുപ്പ് അല്ല ഇവിടെ. അവസ്ഥ ഇതെല്ലാം ഉള്ളി കണ്ടിങ്ങനെയാണ്. ഇതെല്ലാം അവർ അറുത്തെടുത്തിട്ട് നല്ല വീട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഉള്ളൂ. നാട്ടിൽ നിന്ന് കൊണ്ട് ഈ അടതാപ്പം വെച്ചാൽ ഞാൻ കൊടുത്തതാണ്. അടതാപ്പ് നാട്ടിൽ വന്നപ്പോൾ ചേച്ചിക്ക് ഞാൻ കൊടുത്തു. എനിക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അറിയില്ല, കറിവേപ്പിലൊക്കെ ടെറസിലുണ്ട്. അടതാപ്പ് ഇത് അടതാപ്പാണ്. കാശിൽ കൊണ്ടുവന്നാണ് ഇവിടെ പന്തലിൽ അട്ടിക്കണത്.
അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അവർ. തന്നെ മുകളിൽ കണ്ടില്ലേ, നിറയെ ഉണ്ട്. നാളെ എനിക്ക് 2 എണ്ണം വേണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഇവർ കൃഷി ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആവശ്യമുള്ള മണ്ണെല്ലാം താഴെ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബസ്സുകളാണ് ഇവിടുത്തെ കാഴ്ച. എല്ലാം ദൂരെ മൈസൂർ അങ്ങോട്ടുള്ള ആന്ധ്ര അവിടെയൊക്കെ പോകുന്ന ബസ്സുകളാണ് ഈ പോകുന്നത്. അടുത്ത ബസ് കണ്ടില്ലേ, നല്ല കാഴ്ചയാണ് കാണാൻ. ദീർഘദൂര സർവീസുകളാണ് ഇതെല്ലാം പോണത്. നമ്മളവിടെ ഇത്രയും പവറിൽ ബസ് കാണുമോ? ഇത്രയൊന്നും ഇല്ല അവിടെ. അപ്പോൾ മുകളിലൊരു ബസ് പോകണം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതേപോലെ വീഡിയോ ഇനിയും വരും. നാളെ പകൽ ഇനി കുറച്ചുകൂടെ കറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. ബസ് ഇതാ പറവറാന്ന് വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സാണ് ഇത് പോണത്. അതാ പോകണുണ്ട്, ഇലക്ട്രിക് ബസ്സാണിത്. ഞാനിവിടെ ഉറങ്ങാനായിട്ട് വന്ന് കയറിയതാണ് കേട്ടോ. എന്നിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് വരുന്നതും എല്ലാം വരുന്നത്. അടുത്തൊരു ബസ് പോകണം ഉണ്ടല്ലേ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന റോഡുണ്ടല്ലോ, ഇത് നമ്മുടെ മലയാള സിനിമയിൽ ഒരു സിനിമ, നമ്മളെ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ബാംഗ്ലൂർ ഡേയ്സ്. ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു സിനിമയല്ലേ ബാംഗ്ലൂർ ഡേയ്സ്. ആ സിനിമയ്ക്കകത്ത് അവിടുത്തെ ഒരു തൂക്കുപാലത്തിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. നമ്മളെ ഫഹദ് ഫാസിലും നിവിൻ പോളിയും കൂടെ ആയിട്ട് ഈ എൻ്റെ പേര് പറഞ്ഞില്ല, ദുൽഖർ സൽമാനെയും കൊണ്ട് പോകുന്നൊരു സീന് ഈ പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കാണുന്ന പാലം, അതും അവിടെ തൂക്കുപാലമാണ്. കുറച്ച് അപ്പുറത്ത് ഇതിൻ്റെ കേരപുരം റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറത്താണ് ആ ഇത് വരുന്നത്. അത് കുറച്ചപ്പുറത്താണ്. ഇനിയിപ്പം കാണാൻ സമയമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആണിത്. അപ്പം നല്ലൊരു കാഴ്ചയാണെന്നാണ് ഞാൻ എടുത്തതാണ്. ഇപ്പോൾ രാത്രി ഇവിടെ ഇരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലും വോളും കൊടുക്കുക. അവിടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. ഇതുവരെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് അപ്പുറത്തൂടെ ഒരു ആംബുലൻസ് പോണ സൗണ്ട് കേട്ടത്. ആംബുലൻസ് കാണാനില്ല. ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്ത് റോഡുണ്ട്. ഈ കാണുന്ന ഇതില്ലേ, ആ ഫ്ലൈ ഓവറിൻ്റെ തൊട്ടപ്പുറത്ത് റോഡുണ്ട്. അവിടെ കൂടെ വണ്ടി പോവാണ്. ഭയങ്കര തിരക്കായി എപ്പോഴും. ശരിക്കും നേരം വെളുക്കുന്നത് വരെ ഈ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നേരത്തെ ഇവിടെ പണി നടന്നപ്പോഴേക്കും ഇവിടെ ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇപ്പോൾ ആ ബ്ലോക്ക് മാറി, കണ്ടില്ലേ, ബ്ലോക്ക് മാറി കഴിഞ്ഞപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞപ്പം ബ്ലോക്ക് മാറി വണ്ടികളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നു കുറേ ദൂരം വരെ. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, ശുഭരാത്രി, സുഖനിദ്ര നേരുന്നു എല്ലാവർക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.